വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബി.ജെ.പിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ തീരുമാനമായി വട്ടിയൂർക്കാവ് ആരായിരിക്കും എന്നുള്ളത് CPM-നും ഏകദേശ ധാരണയുണ്ട്, UDF-നും അതുപോലെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരായിരിക്കും എന്നുള്ള ധാരണയും ഏകദേശമുണ്ട്. ഇവരിൽ ആർക്കായിരിക്കും വട്ടിയൂർക്കാവിന്റെ ഒരു വോട്ട് അല്ലെങ്കിൽ വട്ടിയൂർക്കാവിന്റെ കാറ്റ് വീശുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആരായിരിക്കാം അവിടെ ഇനി മുന്നിലേക്ക് കുതിക്കാൻ പോകുന്നത്? അതായത് CPM-നെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 8ഓളം MLA വരെ വീണ്ടും മണ്ഡലങ്ങളിലേക്ക് പോകാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളാണ് വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. പ്രശാന്ത് അവിടെ മേയർ ആയിരുന്ന ആളാണ്. മേയർ ബ്രോ എന്ന രീതിയിൽ അവിടെ യുവജനങ്ങൾക്കിടയിൽ കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എപ്പോഴും ഈ വോട്ട് എന്ന് പറയുന്നത്, നിഷ്പക്ഷ വോട്ട് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്ത, നിങ്ങളെയൊക്കെ പോലെ തന്നെയുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന യുവാക്കളാണ് ഇന്നുള്ളത്. അതിൽ കുറേയധികം വോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി പ്രശാന്തിന് കിട്ടിയിട്ടുണ്ട്. പ്രശാന്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്ന ആളാണ്. അതെങ്ങനെയാണ് വന്നത്? ബഹുമാനപ്പെട്ട കെ മുരളീധരൻ അവിടെ നിന്ന് വടകരയിലേക്ക് കോൺഗ്രസിന് എവിടെ വേണോ മത്സരിക്കാൻ ഒരു ഫൈറ്റർ എന്ന രീതിയിൽ വിടുന്ന ആളാണ് മുരളീധരൻ. മുരളീധരൻ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. കോൺഗ്രസിനകത്ത് എവിടെ, കേരളത്തിൽ എവിടെ ഇട്ടാലും ഒരു വലിയ നേതാവിന്റെ മകൻ എന്നതിനേക്കാൾ ഒരു ക്രൗഡ് പുള്ളറായ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. പോയ ഒഴിവിൽ ആ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിലാണ് പിന്നെ CPM-ന് ഈ പറയുന്ന രീതിയിൽ അവരുടെ പാർട്ടിക്കകത്ത് കഴിവുണ്ട്, അല്ലെങ്കിൽ അയാൾ പാർലമെന്റ് തലത്തിലേക്ക് ഇറക്കിയാൽ നല്ലതായിരിക്കും. പ്രശാന്ത് മേയർ ആയത് തന്നെ ഒരു പകരക്കാരനായിട്ടാണ്. CPM-നകത്തുള്ള വിഭാഗീയത ഫലമായി മേയർ ആകാനായി മനസ്സിൽ കണ്ടിരുന്നവരെ പാർട്ടി തന്നെ തോൽപ്പിച്ച ഘട്ടത്തിൽ പകരക്കാരനായി വന്ന തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെരിറ്റ്, അദ്ദേഹം ആര്യ രാജേന്ദ്രനെ പോലെ ഒരു മേയർ ആയിരുന്നില്ല, കൃത്യമായി കാര്യങ്ങൾ ചെയ്ത ഒരു മേയറായിരുന്നു. അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, അഡ്വക്കേറ്റാണ്, കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം. ഒരിടത്ത് ചെന്ന് കയറിയ ആൾക്കാർ ആരും അയാൾ മോശക്കാരനെന്ന് പറയില്ല. അങ്ങനെയുള്ള ആളിനെ CPM പരീക്ഷിക്കുന്നു. അന്ന് വരെ വട്ടിയൂർക്കാവ് ഉറപ്പായിരുന്നു കോൺഗ്രസിന്. കെ മുരളീധരൻ കെ മുരളീധരൻ, ഞാൻ വട്ടിയൂർക്കാവ് തന്നെ, എനിക്ക് വോട്ടുള്ള ആളാണ്, ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ആളാണ്. കാര്യം കോൺഗ്രസിന് നീണ്ട കാലം അവിടെ ജയിച്ചു വന്നതാണ്. CPM തലയും കുത്തി നിന്നിട്ട് ആരെയെല്ലാം പരീക്ഷിച്ചിട്ട് ജയിക്കാത്ത സ്ഥലം അവിടെയാണ് പ്രശാന്തിനെ കൊണ്ടുവന്ന്. പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. രണ്ടാമതൊരു തവണ പ്രശാന്ത് അവിടെ വിജയിച്ചിപ്പം നിപ്പുണ്ട്. അതുകൊണ്ട് പ്രശാന്തിനെ അവിടെ പ്രശാന്ത് ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് മണ്ഡലത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടും, പക്ഷേ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒരു പരിധിവരെ പ്രശാന്തിനെയും ബാധിക്കുമെന്ന് CPM-ന് അറിയാം. ഇവിടെ അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പോലും ചർച്ച ചെയ്തിരുന്നത് പോലെ തന്നെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ആരെന്ന് ചോദിക്കുമ്പോൾ VK പ്രശാന്തും മുരളീധരനും തമ്മിൽ കൃത്യമായ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി BJP നിർത്തുന്നത് ആർ ശ്രീലേഖയെ ആണെങ്കിൽ കെ മുരളീധരന് വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന മേയർ ബ്രോ പിന്നീട് MLA ബ്രോ ആവുകയും അദ്ദേഹവും ശ്രീലേഖയും തമ്മിലുള്ള ഒരു വാക്കേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. ഓഫീസ് റൂമിന് വേണ്ടിയുള്ള വഴക്കും അതിനുശേഷം പിന്നീട് ഈ പറയുന്ന VK പ്രശാന്ത് അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് ഓഫീസ് മാറി പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വഴക്ക് ജനങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തുമെന്നും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകുമെന്നും അന്നേ പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിപ്പോൾ കൃത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആർ ശ്രീലേഖയാണെങ്കിൽ BJP യഥാർത്ഥത്തിൽ കൃത്യമായിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് കൃത്യമായ ഒരു പ്ലാൻ ആയിരുന്നു. അത് ഹർഷ പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ ശ്രീലേഖ അവിടെ വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് പ്രശാന്തിന്റെ ജനസമ്മതി കെടുത്താൻ വേണ്ടിയുള്ള BJPയുടെ ഒരു ഗൂഢതന്ത്രമാണ്. അതെ, തീർച്ചയായിട്ടും. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇതൊരു ഈ പറയുന്ന ഒരു കൗൺസിലറും MLA-യും തമ്മിലുള്ള പോരുന്നതിനേക്കാൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിലുള്ള പോരായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പ്രശാന്തിന്റെ ജനസമ്മതി കെടുത്തുക എന്നുള്ളത്. അതെ, അത് പക്ഷേ ഒരു പരിധിവരെ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം പ്രശാന്ത് അവിടെ നിന്ന് മാറുന്ന സാഹചര്യം വരെ ജനങ്ങൾക്കിടയിൽ ആ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രയും നാൾ പ്രശാന്ത് അവിടെ ഉണ്ടാക്കിയിരുന്ന നല്ല ഇമേജിൽ ചെറിയൊരു കോട്ടം തട്ടാൻ ഈ പറയുന്ന നീക്കങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതില്ലെന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ഗുണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും. കാരണം CPM-ഉം BJP-യും തമ്മിലുള്ള ഈ ഒരു പോരിനിടയ്ക്ക് മുരളീധരനെ നമുക്കറിയാം. മുരളീധരൻ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസ് ഇറക്കുന്ന ഒരു വജ്രായുധമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോയൊരു മണ്ഡലം, വട്ടിയൂർക്കാവിൽ അദ്ദേഹം MLA ആയി തുടർന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ പറയുന്നത് പോലെ UDF-നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ പദ്ധതികൾ പിഴച്ചത് BJP-ക്കാണ്. ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കുമ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള കൃത്യമായ ബോധ്യം BJP-ക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ VK പ്രശാന്തിനെ കുറച്ചുകൂടി വോട്ട് ലഭിക്കാൻ വേണ്ടി CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാരയാണോ ഇവിടെ ആർ ശ്രീലേഖയെ നിർത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ല ഹർഷ, അങ്ങനെ ഒരു തിരുവനന്തപുരത്തിന്റെ ഒരു കൾച്ചർ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിന്റെ കൾച്ചറിൽ ഒരിക്കലും BJP-ക്ക് കിട്ടാനുള്ള കൃത്യമായ വോട്ട്
BJPക്ക് കിട്ടാതെ പോകില്ല. അതുകൊണ്ട് അതൊരു അന്തർധാര എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആർ ശ്രീലേഖ ആയതുകൊണ്ട് മുരളീധരന്റെ കാര്യം ഹർഷ പറഞ്ഞതിനോട് പിന്നെ വട്ടിയൂർക്കാവിലെ ഒരു സമ്മതിദായകൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. കാര്യം മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് BJPയെ വർഗീയതയെ, അതായത് BJPയെ RSSന്റെ വർഗീയതയെ, ഹിന്ദു വർഗീയക്കാരനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ BJPക്ക് വളരെയധികം എതിർപ്പ്, BJP എന്ന് പറയേണ്ട RSSന് ഏറ്റവും കൂടുതൽ എതിർപ്പ് മുരളീധരനോടുണ്ട്. ആ എതിർപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ വോട്ട്, ഇപ്പൊ ഈ പറയുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹം എന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയെ ഇഷ്ടമുള്ളതുകൊണ്ട് BJP രാഷ്ട്രീയത്തിന് ചിലപ്പോൾ വോട്ട് പോയേക്കാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുടെ വോട്ടാണ്. പിന്നെ ചെറുപ്പക്കാരുടെ എണ്ണം പൊതുവെ കുറവാണ്, പല മണ്ഡലങ്ങളിലും പിള്ളേർ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ BJPയെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ BJPയുടെ വോട്ട് ചിലപ്പോൾ മുരളീധരന് കുറയും. അങ്ങനെ പറഞ്ഞാലും മുരളീധരൻ അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, ആ അന്തരീക്ഷം മാറി എന്ന് വെച്ചാൽ മുരളീധരൻ അവിടെ ഈസി ആയിട്ട്, മുരളീധരൻ തന്നെ ബോധ്യമുണ്ട് നന്നായിട്ട് പണിയെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞപ്പോൾ കേവലം 9 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. ഇന്ന് 19 സീറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. അതിനൊരു കാരണക്കാരൻ കെ മുരളീധരൻ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ IAS അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ നല്ല രീതിയിൽ, അതായത് ഈ മധ്യവർഗം എന്ന് പറയും, നമ്മുടെ സമൂഹത്തിൽ മധ്യവർഗത്തിലെ കുറേയധികം ആൾക്കാരുള്ള സ്ഥലമാണ് ഈ ശാസ്തമംഗലം, വട്ടിയൂർക്കാവ് എന്ന മണ്ഡലം ഇങ്ങനെ പറയുമ്പോഴും കുറച്ച് ടൗൺ നഗരപ്രദേശമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉദ്യോഗസ്ഥരെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മുരളീധരന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിഷ്പക്ഷ വോട്ടുകൾ എത്രത്തോളം പ്രശാന്തിന് കിട്ടും, എത്രത്തോളം മുരളീധരന് കിട്ടും, കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകാൻ പാടില്ല. പിന്നെ ഹർഷ പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു പറയേണ്ടി വരും. ശ്രീലേഖയുടെ അല്ലെങ്കിൽ BJPയുടെ അതിബുദ്ധിയായിരുന്നു ഈ പറയുന്ന കോർപ്പറേഷൻ ഓഫീസിൽ പ്രശാന്തിന്റെ ഓഫീസിനോട് ചേർന്ന് അവരുടെ തന്നെ ശാസ്തമംഗലം കൗൺസിലർ അവിടെ ഉണ്ടായിരുന്നു. ശ്രീലേഖ ഇപ്പൊ ശാസ്തമംഗലത്തെ കൗൺസിലറാണ് എന്നുണ്ടെങ്കിൽ ശാസ്തമംഗലത്ത് കൗൺസിലർ ഇദ്ദേഹത്തിനോട് ചേർന്ന്, കാര്യം പ്രശാന്ത് മേയർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർമാരുമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ടും പ്രശാന്തിന് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. അപ്പോൾ പ്രശാന്ത് അവിടെ ഒരു ഓഫീസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു പ്രശാന്തിന്റെ ഇമേജിനെ കെടുത്താനായി ശ്രീലേഖ ഇറങ്ങിയതാണ് എന്ന് പ്രശാന്തിന് മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധി ഉണ്ടാവാൻ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കഴിക്കുന്ന ആഹാരമല്ലാതെ വേറെ കൂടുതൽ സാധനമൊന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രശാന്ത് അത് മണത്തറിഞ്ഞ് തന്നെയാണ് പ്രശാന്ത് അവിടുന്ന് പോയത്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ എടുത്തിട്ട് അലക്കിയതൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത് യേശുവൊന്നും. പക്ഷേ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധികായന് മുന്നിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രശാന്ത് ഒന്നുമല്ല. ആർ ശ്രീലേഖയെ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ പറ്റാത്തൊരു കാൻഡിഡേറ്റ് ആണ് ആർ ശ്രീലേഖ. അതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖ തീർച്ചയായും ഉള്ളിലൊരു വാശിയുമായി തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വട്ടിയൂർക്കാവിൽ ഈ പറയുന്നത് പോലെ VK പ്രശാന്തിനെ വെല്ലുക അല്ലെങ്കിൽ VK പ്രശാന്തിനെ തോൽപ്പിക്കുക, സ്വയം വിജയിക്കുക എന്നതിനേക്കാൾ ഉപരി VK പ്രശാന്തിനെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം തീർച്ചയായിട്ടും ശ്രീലേഖയ്ക്ക് ഉണ്ടാകും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീലേഖയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഡാമേജ് എത്രത്തോളം വലുതായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു കിഴക്ക് ലഭിക്കുന്ന ഒരു നിലയിലേക്ക് ശ്രീലേഖ എടുത്തു പറയാം. ആ പാർട്ടിയിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നവരെ ഇപ്പൊ അവർക്ക് ചുമക്കാൻ വയ്യാത്ത രീതിയിലാണ്. മേയർ ആവാനായിട്ട് അവർ റെഡി ആയിരുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് അധികാരങ്ങൾ, അവർ പോലീസ് ഓഫീസർ ആയിരുന്ന കമാൻഡിംഗ് പവറിൽ ഇരുന്നില്ല. അതുപോലെ ഒരു കമാൻഡിംഗ് പവറിൽ ഇരിക്കണം എന്ന് തന്നെയുള്ള ഒരു മനസ്സിലിരിപ്പായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും അധികാരമായ ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹം വന്നിട്ട് വേദിയിൽ ഒരു വശത്ത് മാറി ഇങ്ങനെ നിൽക്കുന്ന രംഗം നമ്മൾ കണ്ടല്ലോ. അതൊക്കെയാണോ ഒരു നേതാവ്? എനിക്കറിയില്ല. BJP അതൊക്കെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ വീണ്ടും അവർക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നത്. BJPക്ക് തലയെ ചുമക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. BJPക്ക് ഇപ്പൊ ഒരു എന്ത് പറയാ, പിന്നെ കച്ചിട്ട് തുപ്പാനും വയ്യ, എന്തായാലും മധുര വെച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന രീതിയിൽ ശ്രീലേഖ അവർക്കൊരു ഒഴിയാബാധയാണ് എന്നാണ് നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ശ്രീലേഖ നിന്നാൽ മുരളീധരന്റെ വോട്ട് കുറയുമെന്ന് അല്ലെങ്കിൽ പ്രശാന്തിന്റെ വോട്ട് കുറയുമെന്നും BJP ഇപ്പൊ അവിടെ ജയിക്കാൻ പോകണമെന്നും പറയാൻ ഞാൻ എന്ന് പറയാം ഒരു സാധാരണ സമ്മതിദായകനെ എനിക്ക് വെറുതെ കണ്ണുടച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്.